ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നേക്കുന്ന വീഡിയോ ത്രെഡും അതേപോലെ ബീഡ്സും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബീഡ്സും ത്രെഡും ഒരേപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വി നെക്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പാറ്റേൺ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഇവിടെ ഒരു 3 ലെയറായിട്ട് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സൈഡുകളിലും, അതായത് തുടക്കത്തിലും അതുപോലെ ആ ഒരു വർക്കിൻ്റെ താഴ്വശത്തും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ലൈൻസ് ഒന്ന് കട്ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലാസ് പെൻസിലാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമുക്ക് താഴേക്ക് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബീഡ്സ് വർക്കും അതേപോലെ സീക്വൻസസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഡിസൈനൊക്കെ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നമുക്ക് ചെയ്യാനായിട്ട് അത്ര സിമ്പിളാണെന്ന് ചോദിച്ചാൽ തീരെ സിമ്പിളല്ല. കാരണം നമുക്ക് പലതരത്തിലുള്ള വർക്കുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് നമ്മുടെ സെൻറ്ററിൽ വരുന്ന വർക്കാണ് വരുന്നത്. അത് നമ്മളിതുപോലെ ഒന്ന് വളച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടും അതുപോലെ അതിൻ്റെ ആ സ്പേസൊക്കെ കണക്കാക്കിയിട്ടൊക്കെ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇതിനകത്ത് ഇതുപോലെ സെൻറ്ററിൽ ലാസ്റ്റ് താഴെവശത്തായിട്ട് ലീഫ് വരുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്ലവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ത്രെഡ് വർക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ പാറ്റേണിൽ കാണുന്ന പോലെ തന്നെ ലീഫുകളും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് മാറ്റി മാറ്റി വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്കെച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കെച്ച് എടുത്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അത് വെച്ച് നമ്മുടെ പേപ്പർ വെച്ചിട്ട് സ്കെച്ച് ചെയ്തെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് വരച്ചെടുക്കാവുന്നതാണ്. ആ ഒരു പാറ്റേൺ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അങ്ങനെ വരച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക. ഞാനത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് വരയ്ക്കണേ. ആ ഒരു പാറ്റേൺ നോക്കി അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു 2 ലീഫിൻ്റെ സെൻറ്ററിലായിട്ടൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇതേ രീതിക്ക് ഒരു ബീഡ്സ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എവിടെയൊക്കെയാണ് ത്രെഡ് വർക്ക് വരുന്നത്, എവിടെയൊക്കെയാണ് ബീഡ്സ് വർക്ക് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു വീനൊക്കെ കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് പാറ്റേൺ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിനിടയ്ക്ക് സ്പേസസ് വരുന്നിടത്ത് കട്ട് ബീഡ്സ് വെച്ച് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ ബീഡ്സും സീക്വൻസും ത്രെഡും ഒക്കെ വരുന്നൊരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര സിമ്പിളായിട്ടുള്ളൊരു വർക്കല്ല, അത്യാവശ്യം ഹെവി ആയിട്ട് വരുന്നൊരു വർക്കാണെന്ന്. കാണുമ്പോൾ അത്ര സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ ഇതേ രീതിക്ക് നമുക്കതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. പക്ഷേ ഇത് ആരി വർക്കാണെങ്കിലും നമുക്ക് നോർമൽ നീഡിലോണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. ഔട്ട്ലുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് പാറ്റേൺസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഷുഗർ ബേഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കളറിൽ ആൻറ്റി കളർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ നമ്മൾ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ട്യൂബ് ബീഡ്സ് വേണം. പിന്നെ അതുപോലെ നമ്മൾ സീക്വൻസസും വേണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബീഡ്സിൻ്റെ ആ ഒരു കാറ്റഗറി വേണ്ടത്. ഇത്രയും 4 ഐറ്റംസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടി നമ്മൾ നോർമൽ നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ഹോൾ വലുപ്പമുള്ളൊരു നീഡിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ത്രെഡ് വർക്കിന് വേണ്ടിയിട്ടാണ് എടുത്തേക്കണേ. അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2-3 കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു കൊടുത്തിരുന്ന ലൈൻ, അതായത് ആ ബോർഡർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ഞാൻ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് ഞാനിപ്പോൾ 3 ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സമയം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓരോ ബീഡ്സ് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കുക, നല്ല ഭംഗിയായിരിക്കും. 3 ബീഡ്സ് വെച്ച് വേണമെങ്കിൽ ചെയ്യാം, ശ്രദ്ധിച്ച് ചെയ്യണം, നല്ല ഭംഗിയായിട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ അതായത് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം, കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന്? ഇപ്പോൾ ഞാൻ അടുത്ത ലെയറിൽ ഷുഗർ ബീഡ്സാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ബാക്കിൽ നിന്നാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ നമ്മളതിൻ്റെ ബാക്കിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുത്തിട്ട് ചെയ്യുകയാണ്. അത് നേരെ തിരിച്ച് ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് വരുന്നത്. എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് ആ ഒരു 3 ലെയറുകൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. സെൻറ്ററിൽ മാത്രം ഷുഗർ ബീഡ്സും മറ്റ് 2 ലെയറുകൾ കട്ട് ബീഡ്സുമായിട്ടാണ് കൊടുത്തേക്കണേ. ഇനി ഇതിൻ്റെ താഴേക്ക് ഒരു ഡിസൈൻ വരുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ 3 ഷുഗർ ബീഡ്സും അതുപോലെ ഒരു സീക്വൻസസും. അപ്പോൾ നിങ്ങൾ കോർത്തെടുക്കുമ്പോൾ ആദ്യമേ ഷുഗർ ബീഡ് കോർത്തെടുത്തതിന് ശേഷം പിന്നീട് സീക്വൻസസ് വരുന്ന രീതിയിൽ വേണം കോർക്കാനായിട്ട്. അതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ രീതിക്ക് വരും. ഇങ്ങനെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ഔട്ടർ ലെയർ മാത്രം കംപ്ലീറ്റ് ആയിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന ലീഫ് പാറ്റേൺ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു ലീഫ് പാറ്റേൺ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഫോളോ ചെയ്യണേ. 3 ലെയറുകളായിട്ട് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ലീഫുകളെല്ലാം അതേ രീതിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ ഒരു
വളഞ്ഞു കൊടുത്തിരുന്ന ലൈൻ ഒന്ന് സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബൈ സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ ബീഡ്സ് വെച്ചിട്ട് അതും ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന ഒരു ലീഫ്. ഈ കാണുന്ന ലീഫ് നമ്മൾ ചെയ്യണത് ആ ഒരു ഔട്ടർ ലെയർ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ 3 അല്ലെങ്കിൽ 2 ഒക്കെ ബീഡ്സ് വെച്ച് ചെയ്ത് ആ ഒരു ഷേപ്പ് ഒന്ന് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടണം. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അത് ഞാൻ ത്രെഡ് വർക്ക് ചെയ്യുന്നു ഒപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ലീഫുകളെല്ലാം ഇതേ രീതിയിലാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു ത്രെഡ് വർക്കിൻ്റെ പുറത്തേക്ക് വരുന്നൊരു വർക്ക് കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ സെയിം ആദ്യമേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് 2 ബീഡ്സ് ആണ്. അതിന് ശേഷം സീക്വൻസസ് എടുക്കുക. അതിനുശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു പാറ്റേൺ കൊടുത്തേക്കുന്ന അത്രയും ഭാഗത്തും ഇത് തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ നമുക്ക് മുന്നോട്ട് വരുന്ന ഡിസൈൻസിൻ്റെ അവിടെയും ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഈ രീതിക്ക് അത് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിനിടയ്ക്ക് സ്റ്റെമ്മ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റെമ്മ് വരുന്നിടം എല്ലാം കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് ചോദിക്കണേ. അപ്പം പറഞ്ഞ പോലെ ഈ സൈഡുകളിലേക്കായിട്ട് നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ വീണ്ടും നമ്മൾ ഒരു സീക്വൻസ് ഒരു ബീഡ്. അപ്പോൾ ആദ്യമേ ബീഡ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സീക്വൻസ് വരുന്ന രീതിയിൽ വേണം അത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ത്രെഡ് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ നമ്മൾ ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഫ്ലവറാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യണത് ഇതേപോലെ ഒരു പിങ്ക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡേ ഉള്ളായിരുന്നു. നമ്മൾ ആ ഒരു പിക്ചറിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് എടുക്കാം, അല്ലെങ്കിൽ ആങ്കർ ത്രെഡോ ഡോളി ത്രെഡോ ഒക്കെ എടുക്കാവുന്നതാണ്. കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിരുന്നത്. 8 സ്ട്രാൻഡ്സിലൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നീട് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രഞ്ച് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു നോട്ടാണല്ലോ ഫ്രഞ്ച് നോട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അത് അറിയാവുമായിരിക്കും. അപ്പോൾ അതേ രീതിയിൽ സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ചുറ്റും ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു ഇതായിപ്പോയി എൻ്റെ ഫ്രഞ്ച് നോട്ട്. അപ്പോൾ ഞാൻ ആ ഒരു റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്തിരുന്ന രീതിയിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അത്യാവശ്യം ആ ഒരു റൗണ്ട് ഫില്ലായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ച് ഭംഗി. അപ്പോൾ അത് ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ടല്ലേ, അതും നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ടിൻ്റെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബേസിക് പ്ലേലിസ്റ്റിലുണ്ട്. ബേസിക് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അറിയാൻ മേലാത്തവർക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ അവിടെ 3 ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് അതും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പറഞ്ഞ പോലെ ഒരു 8 സ്റ്റാൻഡ്സിലൊക്കെ ത്രെഡ് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ചത് കട്ടിക്ക് നിൽക്കും. അപ്പോൾ അതും ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ഒരു ത്രെഡ് വർക്ക് കൂടിയേ വരുന്നുള്ളൂ. അത് നമ്മൾ ചെറിയ ലീഫ് പോലെ കൊടുക്കുന്ന ഒരു വർക്കാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാം. ഈ ത്രെഡ് വർക്ക് ഇതിനകത്ത് വരുന്നത് വളരെ ഈസിയാണ് കേട്ടോ. ബീഡ്സ് വർക്കാണ് കുറച്ച് ഹെവി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്തെടുത്തു. ഇനിയിപ്പം നമുക്ക് ആ ഒരു അടുത്ത് വരുന്ന ത്രെഡ് വർക്ക് കൂടെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ ഒരു ലീഫിനുള്ളിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ടെന്ന്. അത് നമ്മൾ ചെയ്യുന്നത് സെയിം ലോങ് ഫ്രഞ്ച് നോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ചെരിച്ചിട്ട് ഇതേപോലെ 2 അല്ലെങ്കിൽ 3 ആ ഒരു ലീഫ് ഫില്ല് ചെയ്താൽ മതിയാവും. ആ ഒരു രീതിക്ക് നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് വരയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിൽ എത്രയാണോ വരേണ്ടത് ആ ഒരു രീതിക്ക് ചെയ്തെടുക്കുക കേട്ടോ. 2 മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ അതും ഇതുപോലെ ചെരിച്ച് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു റെഡ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞത് ലീഫിൻ്റെ ഒരു ത്രെഡ് സ്റ്റിച്ചാണ്. അതും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വൈറ്റ് കളറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ ഷെയ്ഡിൽ ഞാൻ ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല കട്ടിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് അത് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡോളി ത്രെഡാണ് എടുത്തേക്കുന്നത്. അത് 2 ലെയറുകൾ ഒന്നിച്ച് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലേസി സ്റ്റിച്ച് ചെയ്യില്ലേ, അതേ രീതിക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ആ സൈഡിലേക്കും പിറ്റേത് അടുത്തത് ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്താൽ മതിയാവും. അങ്ങനെയാണ് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കണേ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ലീഫ് നമ്മൾ സാധാരണ താഴെ ചെയ്ത 3 ലെയറുകളായിട്ട് വരുന്ന ലീഫില്ലേ, അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചെയ്ത് കാണിക്കാത്തത് വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഇതിനകത്ത് വരുന്ന എല്ലാ പാറ്റേൺസും ഒന്ന് ഫില്ല് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതേ രീതിക്ക് നമുക്ക് ബാക്കി എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് കിട്ടും. ഔട്ട്ലുക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടില്ലേ, നല്ല രസമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ച് തരിക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്